റോഡ് സുരക്ഷാ വിദഗ്ധനായ ഉപേന്ദ്രനാരായണൻ കൂടെ ചേരുന്നുണ്ട്. സർ, ഇന്നിപ്പോൾ നിരവധിയായിട്ടുള്ള അപകടങ്ങൾ ദിനംപ്രതി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള അപകടങ്ങൾ ഇന്നും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മലപ്പുറത്താണ് ഒരു ബൈക്ക് അപകടം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. യുവാവ് മരിച്ചിട്ടുണ്ട്. ഈ ബൈക്ക് യാത്രികനായ യുവാവാണ് മരിച്ചത്. ഈ അമിത വേഗതയാണ് ഇതിന് ഈ അപകട കാരണമായതെന്നാണ് മനസ്സിലാക്കുന്നത്. നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിച്ചാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ഈ ഏറ്റവും കൂടുതൽ സുരക്ഷിതമായി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ ഓടിക്കേണ്ടതാണ് ഇരുചക്ര വാഹനങ്ങൾ. എന്നാൽ അവിടെ ഈ അമിത വേഗത വരുമ്പോഴാണ് ഇത്തരം അപകടങ്ങൾ കൂടുതലായും ഉണ്ടാകുന്നത്. വളരെ ശരിയാണ്, അങ്ങ് പറഞ്ഞ വളരെ ശരിയാണ്. കാര്യം നമ്മുടെ യുവാക്കളുടെ മരണനിരക്ക് ഈ കൊല്ലം കുത്തനെ കൂടിയതിന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം അമിതമായ വേഗത കൊണ്ടാണ് നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിക്കുക, പുഴയിലേക്ക് മറിയുക, ബസിന്റെ അടിയിൽപ്പെടുക. നമ്മളിപ്പോ എത്ര റിപ്പോർട്ടുകളാണ് ഈ കൊല്ലം തന്നെ ടെലികാസ്റ്റ് ചെയ്തത്. അപ്പോ യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട ടൂ വീലർ എന്ന് പറഞ്ഞ വാഹനം ഒരിക്കലും പൊതുനിരത്തിലേക്ക് സുരക്ഷിതമല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അത് കുത്തനെയുള്ള അപകട വർധനവിന്റെ കാര്യത്തിലൂടെയാണ് ഞാൻ ഈ പറയുന്നത്. കാരണം ഇതിനൊക്കെ ഒരു വേഗത നിയന്ത്രണം സ്വയം നമ്മൾ കരുതേണ്ടതാണ്. നമുക്കറിയണം വാഹനത്തിന്റെ വേഗത, റോഡിന്റെ ടെറൈൻ. ദയവ് ചെയ്ത് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നത് ടൂ വീലറാണ്. ലോകത്ത് തന്നെ വാഹനങ്ങളുടെ എണ്ണത്തിൽ 1% മാത്രമാണ് ടൂ വീലർ കാറ്റഗറിയിൽ ഉള്ളത് നിർമ്മിക്കുന്നത്. പക്ഷേ ലോകത്തുണ്ടാക്കുന്ന റോഡ് അപകട മരണങ്ങളിലും പരിക്കുകളിലും 20% അപകടങ്ങളിൽ പെടുന്നവരെ ടൂ വീലർ ഓടിക്കുന്നവരോ അതിൽ യാത്ര ചെയ്യുന്നവരോ ആണ്. അപ്പോൾ അതിന്റെ ഗൗരവം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ എവിടെവിടൊക്കെ നമുക്ക് മറ്റ് ഗതാഗത സൗകര്യങ്ങൾ ഉപയോഗിക്കാം, അത് ഉപയോഗിക്കുക. പിന്നെ സ്വയം ഒന്ന് നിയന്ത്രിക്കാം. നിങ്ങളുടെ ചെറുപ്പപ്രായമാണ് ഗോൾഡൻ ഇയേഴ്സ്. അത് നിങ്ങൾ ഒരു പരിക്കേറ്റ് അല്ലെങ്കിൽ മരിച്ച് കുടുംബത്തിനും നാടിനും നഷ്ടമുണ്ടാക്കി പോകുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അല്പം ക്ഷമയോടെ റോഡ് ടെറൈൻ മനസ്സിലാക്കി, വേഗത എത്രയെന്ന് മനസ്സിലാക്കി, വാഹനത്തിന് റോഡിന്റെ ഏറ്റവും ഇടതുവശം ചേർന്ന് പോവുക, പിന്നിൽ വരുന്ന വാഹനങ്ങളെ കാണാൻ വേണ്ടി റിയർ വ്യൂ മിറർ വ്യക്തമായി കാണത്തക്ക രീതിയിൽ വെക്കുക. പിന്നെ വാഹനത്തിന്റെ കണ്ടീഷൻ, പൊതുനിരത്തിൽ ഇറങ്ങാവുന്ന മര്യാദയ്ക്കുള്ള ടയർ വീർ, ബ്രേക്ക് ലൈറ്റുകൾ, ഹെഡ് ലൈറ്റുകൾ, ഇൻഡിക്കേറ്റർ ലൈറ്റുകൾ. ഒരു കാരണവശാലും ടൂ വീലർ റോഡിന്റെ നടുവിലൂടെ ഓടിക്കരുത്. കൂടാതെ ഈ മത്സര ഓട്ടം ഒരു കാരണവശാലും പൊതുനിരത്തിൽ നിങ്ങൾ ചെയ്യരുത്. അത് നിങ്ങളുടെ മരണത്തിലേക്ക് തന്നെയാണ് കൊണ്ടെത്തിക്കുന്നത്. ടൂ വീലർ ഓടിക്കാൻ വലിയ ഹരമാണ്, പക്ഷെ അത് അപകടത്തിലേക്ക് ചെല്ലാനും എളുപ്പമാണ്. അതുപോലെ തന്നെ കണ്ണൂർ കൂത്തുപറമ്പ് തലശ്ശേരി റോഡിലും പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് അപകടമുണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ഇതും ഒരു അമിത വേഗതയോ അല്ലെങ്കിൽ ഉറങ്ങിപ്പോയതോ ആകാം അപകട കാരണമായിട്ടുണ്ടാവുക. കാരണം കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. കർണാടകയിൽ നിന്നും ഈ തലശ്ശേരിയിലേക്ക് പച്ചക്കറിയുമായി വന്ന പിക്കപ്പ് വാനാണ് അപകടത്തിൽപ്പെട്ടത്. വലിയൊരു അപകടം തന്നെയാണ് ഒഴിവായതെന്ന് പറയാം. കാരണം ഈ ഡ്രൈവർക്ക് സാരമായ പരിക്ക് മാത്രമേ ഏറ്റിട്ടുള്ളൂ എന്നുള്ളത് ഒരു ആശ്വാസകരമായ കാര്യം തന്നെയാണ്. അതായത് നമ്മുടെ രാജ്യത്തുണ്ടാക്കുന്ന പിക്കപ്പ് വാഹനങ്ങൾക്ക് മുന്തിയ തരം കാറിനേക്കാൾ വേഗത ആർജിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ ഈ പച്ചക്കറി, മീൻ എന്നിവ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ കൂടുതലും ഈ പറഞ്ഞ പിക്കപ്പിനെയാണ് ആശ്രയിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നായാലും കർണാടകയിൽ നിന്നായാലും നമ്മുടെ സ്റ്റേറ്റിലേക്ക് ധാരാളം പച്ചക്കറി വരുന്നുണ്ട്. കൂടാതെ നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് മറ്റു സ്ഥലത്തേക്ക് മീൻ കൊണ്ടുപോകുന്നുണ്ട്. ഇതെല്ലാം മരണപ്പാച്ചിലാണ് ചെയ്യുന്നത്. ആ ഡ്രൈവർക്ക് അല്പം വിശ്രമിക്കാനുള്ള സമയം കൊടുക്കാതെ, കാര്യം ഈ പച്ചക്കറി വൈകിട്ട് അവിടെ നിന്ന് കയറ്റിയാൽ രാവിലെ ഇവിടെ എത്തത്തക്ക രീതിയിലുള്ള മരണപ്പാച്ചിലാണ് ഡ്രൈവർമാർ ചെയ്യുന്നത്. അപ്പൊ എതിരെ വരുന്ന വാഹനങ്ങളെ വകവെക്കാതെ റെക്ലെസ് ആയിട്ട് ഓവർടേക്ക് ചെയ്യുക. അപകടങ്ങളിൽ പെടുന്ന ഭൂരിഭാഗം വാഹനങ്ങൾ ബൈക്ക് കഴിഞ്ഞാൽ ഇപ്പൊ പിക്കപ്പുകളുടെ എണ്ണവും KSRTCയുടെ എണ്ണവുമാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പിക്കപ്പ് ഓടിക്കുന്നവർ ശ്രദ്ധിക്കുക, നിങ്ങളുടെ വാഹനത്തിന്റെ ആകൃതി പ്രകാരം നിങ്ങൾക്ക് ഒരു സുരക്ഷയും ആ വാഹനം പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഡ്രൈവർ മരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. അത് വാഹനം ഡിസൈൻ ചെയ്ത ഒരു ഫ്ലോ അതിനകത്തുണ്ട്. ആ ഫ്ലോ ആണ് ഈ പറഞ്ഞ അപകടത്തിലേക്ക് പെട്ടാൽ ഉടൻ തന്നെ ഡ്രൈവർ മരിക്കുക, അല്ലെങ്കിൽ മറ്റാൾക്കാരെ ഇടിച്ചു തെറിപ്പിക്കുക. പിന്നെ ഉറങ്ങാനുള്ള സൗകര്യം ആ വണ്ടിക്കകത്തുണ്ട്. കംഫർട്ടബിൾ ആയിട്ടുള്ള എയർ കണ്ടീഷൻഡ് ഒക്കെ ചെയ്ത പിക്കപ്പുകളും നമ്മുടെ നാട്ടിൽ ഉണ്ട്.
ഇത്തരത്തിലെ രാത്രി യാത്രകളൊക്കെ ഒരു തരത്തിൽ നോക്കിയാൽ നിയന്ത്രിക്കേണ്ടതല്ലേ? നമുക്കറിയാം എപ്പോഴും ഇത് പ്രാവർത്തികമാകാറില്ല. കാരണം പലപ്പോഴും രാത്രികളിൽ ഇത്തരം സാധനങ്ങളൊക്കെ കൊണ്ടുപോകേണ്ടതായുണ്ട്. പകൽ സമയത്ത് കൊണ്ടുപോകാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയും രാത്രിയിൽ വേണം കൊണ്ടുപോകാനായും. പക്ഷെ എന്നാൽ പോലും ഇതിലൊരു സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ വരേണ്ട സമയം അതിക്രമിച്ചിട്ടില്ലേ? അതായത് നമ്മൾ പ്രിയോറിറ്റി സെക്ടറിൽ വരുന്നതാണ് ഈ പറഞ്ഞ പച്ചക്കറികള്, മത്സ്യം എന്നൊക്കെയുള്ളത്. കാര്യം അത് നമുക്ക് രാത്രി കാലത്താണ് റോഡ് വിജനമായി കിടക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു നിയന്ത്രണം ആ കാര്യത്തിൽ കൊണ്ടുവരാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. കാര്യം രാത്രി കാലത്ത് വാഹനങ്ങളുടെ എണ്ണം കുറവാണ്. പ്രത്യേകിച്ച് 2 വീലറുകള്, 3 വീലറുകള് ഒക്കെ കുറവാണ്. കൂടുതലും ഇന്റർസ്റ്റേറ്റ് ബസ്സസ്, KSRTC ബസ്സസ്, ലോറികള്, ഇങ്ങനെയുള്ള പിക്കപ്പ് ട്രക്സ് ഇതൊക്കെയാണ് രാത്രി കാലത്ത് ഓടുന്നത്. അപ്പൊ അതിന് ചരക്ക് നീക്കം സുഗമമാക്കാനാണ് നമ്മൾ രാത്രി കാലത്ത് ഇവയെ അനുവദിക്കുന്നത്. പല ടൗണുകളിലും സിറ്റികളിലും ഈ പകൽ സമയത്ത് ഇത്തരം വാഹനങ്ങൾക്ക് നിയന്ത്രണമുണ്ട്. സിറ്റിയിൽ കടക്കാൻ പാടില്ല എന്ന് പോലീസ് തടയുന്നുണ്ട്. അപ്പോൾ രാത്രി കാലത്ത് അത് ഓടട്ടെ, പക്ഷേ വേണ്ടത്ര വിശ്രമം എടുത്തിട്ട് വേണം ഡ്രൈവർ ഓടിക്കാൻ. മുമ്പൊക്കെ ഞങ്ങൾ പലയിടത്തും ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് റൂറലിലെ, കാസർഗോഡ്, കണ്ണൂര്, മലപ്പുറം ജില്ലകളിലൊക്കെ ഇവരെ പിടിച്ചു നിർത്തി അവർക്ക് ഒരു ഗ്ലാസ് ഓഫ് കട്ടൻ കോഫി കൊടുക്കും, അവരോട് വർത്തമാനം പറയും. അങ്ങനെ അവരുടെ ഉറക്കം കളഞ്ഞ് സുരക്ഷിതമായ യാത്രയ്ക്ക് വേണ്ടി അവരെ അഡ്വൈസ് ചെയ്യുമായിരുന്നു. ഇപ്പൊ അത് നിന്നുപോയി. ഇനിയിപ്പോ വീണ്ടും അപേക്ഷിച്ചിട്ടുണ്ട്. റോഡ് സേഫ്റ്റിയുടെ ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും എല്ലാ ജില്ലയിലും അത് തുടങ്ങാൻ തീരുമാനിച്ചേക്കാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ ഉപേന്ദ്രനാരായണൻ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.